എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു വാല്യുബിൾ പോയിന്റ് ആണ്. സാധാരണക്കാർക്ക് പോലും ചെയ്യാവുന്ന രീതിയിലാണ്. ഇതിൽ അത്ര ഭംഗി ഉണ്ടാവത്തില്ല. എലഗന്റ് ആയിട്ട് മേക്കപ്പ് ചെയ്ത് പോവാ, ഒരു ബ്രൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സാരിക്കും അതുപോലെ തന്നെ ചുരിദാറിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് മേക്കപ്പ് ലുക്ക് ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളാണോ ഉള്ളത് അത് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്കിൻ കെയർ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. നമുക്ക് സ്കിൻ പ്രെപ്പ് ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ് പ്രൈമറായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ നിങ്ങൾ ഏത് പ്രൈമറാണോ യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യാം. ഇതുവരെ പ്രൈമർ യൂസ് ചെയ്യാത്തവരാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ നൈക്ക, ആമസോണിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൈമേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിൽ നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് പോർസ് മിനിമൈസ് ചെയ്യാനാണെങ്കിൽ പോർ മിനിമൈസിങ് പ്രൈമേഴ്സ് അവൈലബിൾ ആണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള പ്രൈമേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോമൺ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അലോവേര ജെല്ലാണ്. ഇത് നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ആയിട്ട് നല്ല ഒരു ബേസ് തരാനും കുറേ നേരത്തേക്ക് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ കുറച്ച് അലോവേര ജെൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒന്നും നമ്മൾ ഓവറായിട്ട് ചെയ്യരുത്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുമ്പോഴാണ് മേക്കപ്പ് കാണാനായിട്ട് ഏറ്റവും ഭംഗി ഉണ്ടാവുക. ഈ ടീ സോൺ ഏരിയയിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ സെക്രീഷൻ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ മെബിലിൻ്റെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 128 ആണ്. ഇത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. നല്ല ഒരു ബേസ് തരാനായിട്ട് ഈ ഫൗണ്ടേഷൻ ഹെൽപ്പ് ചെയ്യും. ഇത് മാറ്റിഫൈങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു ബേസ് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രൈമർ സെറ്റ് ആവുന്നതിന് വെയിറ്റ് ചെയ്യേണ്ട. പ്രൈമർ കുറച്ച് നനവോടെ ഓയിലി ആയിരിക്കുമ്പോൾ തന്നെ, ഓയിലിയല്ല കുറച്ച് ആ ഒരു രീതിക്ക് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ആവാനും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്കിൻ കെയർ നമ്മൾ പൊതുവേ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൈമർ ഇട്ടിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നതാണ് നല്ലത്. കാര്യം രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ആവും. സോ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്രഷ് യൂസ് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പഞ്ച് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും സ്പഞ്ചും ബ്രഷും ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും നോർമലായിട്ട് സാധാരണക്കാർക്ക് പോലും ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു മേക്കപ്പ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് സ്പഞ്ചും ബ്രഷും ഒന്നും ഇല്ലെങ്കിൽ കല്യാണത്തിന് പോകണമല്ലോ ഒരുങ്ങി. സോ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൈകൊണ്ട് തന്നെ നോർമലി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലൗസ് അല്ലെങ്കിൽ സൽവാറൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നെക്ക് നല്ല ഡീപ്പായിരിക്കും. സോ നമുക്കത് നല്ല രീതിയിൽ മിസ്മാച്ച് ഫീൽ ആവും. അതുണ്ടാവാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ കഴുത്തിൽ കൂടെ മേക്കപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടിയിട്ടുണ്ടല്ലേ. എനിക്ക് പൗഡർ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നില്ല, എന്നാലും ഞാൻ പൗഡർ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മേ ബി കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് ഓയിൽ സെക്രേഷൻ ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഇവിടെ വെച്ച് നിർത്താം. അതല്ല നിങ്ങൾക്ക് പൗഡർ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡറോ ലൂസ് പൗഡറോ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ലൂസ് പൗഡറാണ്. ഇതാണ് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതിൽ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്, പിങ്കും അതുപോലെ തന്നെ ന്യൂഡും. ഞാൻ പൊതുവെ ന്യൂഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെത് ഒരു യെല്ലോ അണ്ടർടോൺ ഉള്ള സ്കിന്നാണ്. എനിക്ക് ഷെയ്ഡ് മാറിപ്പോൾ ഉണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു ആഷ് എഫക്റ്റ് കൊണ്ടുവരും. ഒരു പുകമങ്ങൽ പോലെ ഉണ്ടാവും. സോ നമ്മൾ നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് നോക്കി വാങ്ങുക. ഇവിടെ ഒരു കുഞ്ഞ് ബ്രഷ് ഉണ്ട്. ഇത് വെച്ച് ഞാൻ അപ്ലൈ ചെയ്യാണ്. കാരണം ഇതിനകത്ത് ഓൾറെഡി ഒരു ബ്രഷ് ഉണ്ടാവും. ബ്രഷ് അല്ല, ഒരു സ്പഞ്ച് ഉണ്ടാവും. അതിൻ്റെ അടുത്ത് നിന്ന് കളഞ്ഞു പോയി. ബ്രഷ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പൗഡർ വാങ്ങുമ്പോൾ തന്നെ കിട്ടുമല്ലോ സാധാരണ, അതെടുത്താൽ മതി. ഒത്തിരി
ഒത്തിരി പ്രോഡക്റ്റ് എടുത്ത് ഒരച്ച് തേക്കരുത്. അത് നമ്മൾ റിയൽ ലൈഫിൽ അത്ര ഭംഗി ഉണ്ടാവത്തില്ല. ക്യാമറയിൽ കാണുമ്പോൾ നന്നായിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ എപ്പോഴും കുറച്ച് പ്രോഡക്റ്റ് മാത്രം എടുത്തിട്ട് മേക്കപ്പ് ചെയ്താലേ നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ ഒരുപാട് മേക്കപ്പ്, ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, കുറേ പ്രോഡക്റ്റ് എടുത്ത് ഇങ്ങനെ കേക്കി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ അതെനിക്ക് ഒരിക്കലും വർക്കായിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മളെന്തോ കുട്ടി അടിച്ച മാതിരി ഫീൽ ആവും. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് സാധാരണ ഒരു കല്യാണത്തിന് പോകാനും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാത്രമല്ലല്ലോ അവിടെ വരുന്നത്, ഒരുപാട് പേര് വരും. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ ഓടായിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഏറ്റവും മിനിമം ആയിട്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് എല്ലാം ഒന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ള എല്ലാ ഭാഗത്തും ഒരേപോലെയാണോ വന്നേക്കുന്നത് നോക്കുക. അല്ലാതെ കവിളിൽ മാത്രം കുറച്ച് പൗഡർ കൂടുതലായിരിക്കുക, നെറ്റിയിൽ മാത്രം കൂടുതലായിരിക്കുക, ഇതൊന്നും ഒട്ടും നല്ലതല്ല. ഇതൊക്കെ മേക്കപ്പ് മിസ്റ്റേക്സ് ആണ്. ഇതൊന്നും നമ്മൾ ചെയ്യരുത്. നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ട് പോവുക. അതല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യാതെ പോകുന്നതായിരിക്കും ബെറ്റർ. ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റാണ് എടുക്കുന്നത്. ബ്രൗൺ കളറും ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ കോല നിങ്ങൾ നോക്കണ്ട, പ്ലീസ് ഇഗ്നോർ ദാറ്റ്. എന്നിട്ട് കൈ വെച്ച് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുക. കാര്യം എന്താ വെച്ചാൽ എവിടെയെങ്കിലും നമുക്ക് കട്ടയായിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ എത്രയൊക്കെ ബ്രഷ് വെച്ച് ചെയ്താലും നമുക്ക് എവിടെയെങ്കിലും കട്ടയായിട്ടുണ്ടാവും, എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. ഒന്നുകിൽ കൈ വെച്ചെടുക്കുക, അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് കണ്ണെഴുതുന്നവരാണെങ്കിൽ കണ്ണെഴുതാം, നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. പക്ഷെ ഞാൻ ഇന്ന് കണ്ണെഴുതുന്നില്ല. കാരണം എനിക്ക് കണ്ണെഴുതുന്ന ലുക്കിനെക്കാളും കണ്ണെഴുതാത്ത ലുക്കാണ് ചേരുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ കണ്ണെഴുതുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ണെഴുതുമ്പോൾ നല്ല ഒരു ബ്രൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണെഴുതാം. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂമിന് ചേരുന്ന രീതിയിൽ വേണം നമ്മൾ മേക്കപ്പ് ചൂസ് ചെയ്യാനായിട്ട്. നമ്മളൊരു വെസ്റ്റേൺ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഡാൻസിന് പോകുന്ന കുട്ടികളെ മാതിരി മേക്കപ്പും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാച്ചും ഉണ്ടാവില്ല, കാണാൻ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു വാല്യുബിൾ പോയിന്റ് ആണ്. നമ്മുടെ കോസ്റ്റ്യൂമിന് ചേരുന്ന രീതിയിൽ വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമ്മൾ നമ്മുടെ കോസ്റ്റ്യൂമിന് ഒട്ടും മാച്ച് അല്ലാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്താൽ അത് ഒട്ടും ഭംഗി ഉണ്ടാവില്ല. നമ്മളൊരു ഡിസൈനർ സാരി ഒക്കെ ഇട്ടിട്ട് പിന്നെ റെഡ് ലിപ്സ്റ്റിക്ക്, ഒരു വലിയ വട്ടപ്പൊട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓടായിരിക്കും. ഐ ഷാഡോ പാലറ്റ് നിന്ന് ഈ ബ്രൗൺ കളർ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു ഷാഡോ എഫക്റ്റ് നമ്മുടെ കണ്ണിന് അവിടെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ നമ്മൾ ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആരും അറിയില്ല. ഇത് ഞാൻ വെള്ളം കുടിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ആയതാണ്, എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ കളർ മാത്രം അപ്ലൈ. നിങ്ങൾ കട്ടിലായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് എൻ്റെ കണ്ണിന് താഴെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് നല്ല ഒരു എഫക്റ്റ് തരും. നമുക്ക് ബ്രൗൺ ഐബ്രോ പെൻസിൽ അല്ലെങ്കിൽ കാജൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം. നല്ല വിടർന്ന കണ്ണുകൾ മാതിരി തോന്നിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സാരി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കുഞ്ഞി പൊട്ട് വെച്ച് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ബ്ലാക്ക് ഓർ ബ്രൗൺ നന്നായിട്ട് ചേരും. ഞാൻ ഈ ഒരു സാരിക്ക് മാച്ചാവുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യം, നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള മേക്കപ്പ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മുടെ ഡ്രസ്സിനെ ഓവർ റൂൾ ചെയ്ത് മേക്കപ്പ് നിൽക്കാനായിട്ട് പാടില്ല. സോ മേക്കപ്പും നമ്മുടെ ഡ്രസ്സും തമ്മിൽ നല്ലൊരു കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് റെഡ് ലിപ്സ്റ്റിക് ആണ്. ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ബ്രഷ് വെച്ച് തന്നെ ഫുള്ളായിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. എപ്പോഴും കയ്യിലെടുത്തിട്ട് സട്ടിലായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അങ്ങനെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ഇതാണ്. ഇത് നല്ല രീതിയിൽ നമ്മുടെ ഒരു നമുക്ക് എന്തോ എക്സ്ട്രാ ഉള്ളത് മാതിരി തോന്നൂല. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, അവരുടെ ചുണ്ട് മാത്രം ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന മാതിരി തോന്നും. അത്രയും ഭയങ്കര കേക്കി ആയിട്ടും ഭയങ്കര തിക്കായിട്ടായിരിക്കും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുന്നത്. അത് അത്ര ഭംഗിയുള്ള കാര്യമല്ല. സോ നമ്മൾ നല്ല രീതിയിൽ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ് ബാം ഇട്ട് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം
ലിപ്സ്റ്റിക് ഇടുന്നതാണ് നല്ലത്. അപ്പോഴേക്കും നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ ചുണ്ടിലുള്ള ക്രാക്സ് ഉണ്ടല്ലോ അതുണ്ടാവില്ല, ഡ്രൈ ലിപ്സും ഉണ്ടാവത്തില്ല. ഗൈസ് അങ്ങനെ നമ്മൾ മുടിയും കെട്ടിയിട്ടുണ്ട്. ഞാനൊരു ലോവർ ബണ്ണാണ് കെട്ടിയേക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിന് നല്ല രീതിയിൽ മാച്ച് ആവുന്ന ഒരു ഹെയർ സ്റ്റൈലായിട്ട് തോന്നി. എനിക്കിത് ഇന്ന് കെട്ടി നോക്കിയപ്പോൾ നന്നായിട്ട് അങ്ങ് ഇഷ്ടമായി. പൊതുവെ എനിക്കിത് അങ്ങനെ ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ അല്ല. അതുപോലെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഹെയർ സ്റ്റൈലിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇടാം. അതിൽ ഞാൻ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.